ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ മരിച്ചു പോയവരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ മരിച്ചു പോയവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും ഗൈസ്? അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ടോക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മടിച്ചു നിൽക്കേണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ? ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നും, ഇതൊക്കെ വിശ്വസിക്കാമോ? പക്ഷേ ഇത് നിങ്ങളും അതുപോലെ തന്നെ ഞാനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 1997 നമ്മുടെ ഫിസിക്സ്റ്റ് ആയിട്ടുള്ള മാർക്സ് ഡെർമാർക്ക് ഒരു എക്സ്പീരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. ആ ഫിസിക്സ്റ്റ് ഒരു എക്സ്പീരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഗൈസ് ക്വാണ്ടം ഇമ്മോർട്ടാലിറ്റി. ഈ പേര് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് ഒന്ന് ഗസ് ചെയ്യുക. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ നിലത്തോട്ട് പോകുന്നു അല്ലെങ്കിൽ താഴേക്ക് ചാടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, ഇല്ലെങ്കിൽ നമ്മൾ യാദൃശ്യവശാൽ രക്ഷപ്പെടാം. ഈ രണ്ട് കാര്യങ്ങളിലൊന്നാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് ചാടുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ മരണപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഈ സമയത്ത് നമ്മുടെ യൂണിവേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയും ഒരു ഭാഗത്ത് നിങ്ങൾ മരണപ്പെടുകയും ഒരു ഭാഗത്ത് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. അതായത് നിങ്ങളും അനദർ യൂണിവേഴ്സിലുള്ള നിങ്ങളും ഒരേ സമയത്ത് ഒരേ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഫ്രീക്വൻസി വേരിയേഷനിലൂടെ നമുക്ക് തേജാവ് എഫക്റ്റ് ഫീൽ ആവുന്നത്. ക്വാണ്ടം ഇമ്മോർട്ടാലിറ്റി ഒരു പ്രൂവൺ എക്സ്പീരിമെൻ്റ് അല്ലെങ്കിലും ഞാൻ ഈ തേജാവ് എഫക്റ്റ് പലതവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിതിൽ അതികഠിനമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിലപ്പുറം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോയിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മളെ ചുറ്റിനും നടക്കുക അല്ലേ, നമ്മുടെ ചുറ്റിനും കളിച്ച് ചിരിച്ച് എന്നോ പോയി മറഞ്ഞ ആളുകൾ എവിടെയൊക്കെ ജീവനോടെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അല്ലേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതൊരു ആശ്വാസം തരുന്നില്ലേ ഗൈസ്? ഇപ്പോൾ നമ്മുടെ അച്ഛനാവാം, നമ്മുടെ അമ്മയാവാം, ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാവാം, അങ്ങനെ നമ്മളെ വിട്ടുപോയ ഒരുപാട് ആൾക്കാർ ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കുന്നത്. സോ ഈ ഒരു എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നല്ല, എവിടെയെങ്കിലും അവർ ജീവനോടെ ഉണ്ട് എന്ന് അറിയുന്നതാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ആഹ്ലാദം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരു പുതിയ അറിവുകളായിട്ടൊക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ എൻ്റെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എങ്ങനെയാണ് ഗൈസ്, തേജാവ് എഫക്റ്റ് വന്നിട്ടുണ്ടോ? അപ്പോൾ എന്താണ് നിങ്ങൾക്കുണ്ടായ ആ തേജാവ് എഫക്റ്റ്? അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ തേജാവ് എഫക്റ്റ് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു എഫക്റ്റാണ് തേജാവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടോ, ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.